മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗാർഹിക പീഡന നിരോധന നിയമം. പി എസ് സി അടുത്ത കാലങ്ങളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിതും. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം. ഇവിടെ ഉത്തരം ഡി ആണ്, 1961. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ഇവിടെ ഉത്തരം എ ആണ്, 2005. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്ന്. ഇവിടെ ഉത്തരം ഡി ആണ്, 2005 തന്നെയാണ്. ചോദ്യം ഒത്തിരി പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വീണ്ടും കൊടുത്തത്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏത്? ഇവിടെ ഉത്തരം സി ആണ്, സ്ത്രീ വിവേചന നിവാരണ നടപടി. അടുത്ത ചോദ്യം, സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണത്തിനായി 2012 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ഇവിടെ ഉത്തരം എ ആണ്, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമമനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിൻ്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ശാരീരികമായ പീഡനം, രണ്ടാമത്തെ ഓപ്ഷൻ ലൈംഗികമായ പീഡനം, മൂന്നാമത്തെ ഓപ്ഷൻ വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം, നാലാമത്തെ ഓപ്ഷൻ മേൽ പറഞ്ഞ എല്ലാം ഉൾപ്പെടും. ഇവിടെ ഉത്തരം ഡി ആണ്, മേൽ പറഞ്ഞ എല്ലാം ഉൾപ്പെടും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തതേത്? ഒന്നാമത്തെ ഓപ്ഷൻ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ സങ്കടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക, മൂന്നാമത്തെ ഓപ്ഷൻ മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക, നാലാമത്തെ ഓപ്ഷൻ ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇവിടെ ഉത്തരം എ ആണ്, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ സംസ്ഥാന സർക്കാർ, രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാർ, മൂന്നാമത്തെ ഓപ്ഷൻ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി, നാലാമത്തെ ഓപ്ഷൻ ഇവരിൽ ആരുമല്ല. ഇവിടെ ഉത്തരം എ ആണ്, സംസ്ഥാന സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? ഇവിടെ ഉത്തരം എ ആണ്, നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാകുകയുള്ളൂ. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവിടെ ഉത്തരം ഡി ആണ്, മുകളിലുള്ളവയല്ല.
1, 2, 3 ഉത്തരം. 1, 2, 3 ഉത്തരം. അതായത് ഗാർഹിക ബന്ധത്തിൽ എപ്പോഴെങ്കിലും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹ സ്വഭാവത്തിനുള്ള ബന്ധം ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ആൻസർ, ഗാർഹിക പീഡനത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദനയുണ്ടാക്കുന്ന വിധത്തിൽ ആവർത്തിച്ചുള്ള പീഡനങ്ങൾ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, പീഡിതയായ ഭാര്യയോ സ്ത്രീയോ ഭർത്താവിൻ്റെയോ പുരുഷ പങ്കാളിയുടെയോ ബന്ധുവിനെതിരെ പരാതി നൽകാം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്ക് ലഭ്യമായിട്ടുള്ളത്? ഇവിടെ ഉത്തരം ഡി ആണ്. എയും ബിയും മാത്രം. അതായത് പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. രണ്ടാമത്തെ ഓപ്ഷൻ, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. അടുത്ത ചോദ്യം, പ്രസ്താവന എ, പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പ്രസ്താവന 6, പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഇവിടെ ഉത്തരം എ ആണ്. അതായത് എയും 6ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണവുമാണ്. എന്താണ് സ്ത്രീധന മരണം? ഒന്നാമത്തെ ഓപ്ഷൻ, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ മരണം സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിലല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 12 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ മരണം സാധാരണഗതിയിലല്ലാതെ വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. നാലാമത്തെ ഓപ്ഷൻ, മുകളിലുള്ളതൊന്നും സ്ത്രീധന മരണമല്ല. ഇവിടെ ഉത്തരം ബി ആണ്. അതായത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇവിടെ ഉത്തരം ഡി ആണ്. എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നു. അതായത് ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം. അടുത്ത ചോദ്യം, ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായി ലൈംഗിക പീഡനം തടയൽ, നിരോധനം, പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി?
ഇവിടെ ഉത്തരം എ ആണ്. ഒന്ന് മാത്രമാണ് ശരി. അതായത് പ്രിസൈഡിംഗ് ഓഫീസറും ഇൻറ്റേർണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാതെ പദവി വഹിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഉത്തരം സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരല്ല? ഇവിടെ ഉത്തരം ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല. അതായത് ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഇവിടെ ഉത്തരം ബി ആണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഇവിടെ ഉത്തരം എ ആണ്, മജിസ്ട്രേറ്റ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.